കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ സങ്കീർത്തനം 91 സങ്കീർത്തനം എപ്പോഴും നമ്മുടെ യാമപ്രാർത്ഥനകളിലൊക്കെ ഉള്ളതാണ്. നമ്മൾ സന്ധ്യാപ്രാർത്ഥനകളോ രാത്രി പ്രാർത്ഥനകളൊക്കെ നമ്മളത് ചൊല്ലുന്നുണ്ട്. എല്ലാവരും അങ്ങനെ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെ ആ പ്രാർത്ഥനയിൽ നമ്മൾ അവസാനത്തെ 2 വാക്യങ്ങളുണ്ട്, 14ഉം 15ഉം വാക്യങ്ങൾ എത്രയോ നമുക്ക് ശക്തി പകരുന്നതാണ്. നമ്മളെ ക്ലേശങ്ങളിൽ നമ്മളെ വിധിയെ പഴിച്ചും ദൈവം തന്നെ കൈവിട്ടു എന്നുള്ളതൊക്കെ അങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മളുടെ രോഗങ്ങളും വ്യാധികളുമെല്ലാം കഷ്ടതകളുമെല്ലാം നമ്മൾ ആലോചിച്ച് ക്ലേശിച്ച് ഒരു ഭഗ്നേശരായി നമ്മൾ ജീവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ദൈവത്തെ മറന്നു പോകും. കാരണം ക്ലേശം വരുമ്പോൾ ദൈവം എന്നെ കൈവിട്ടു. നമ്മൾ നന്മ ചെയ്ത് ജീവിച്ചവരാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മൾ മാമോദീസ സ്വീകരിച്ച് ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് വന്നവരാണ്. പക്ഷേ അതല്ലാത്തവരും അങ്ങനെയാണ്. ദൈവത്തെ അറിയുന്നുണ്ട്, മാമോദീസ സ്വീകരിച്ചില്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞ് ദൈവനാമം അറിഞ്ഞ് നമ്മുടെ സൃഷ്ടാവിൻ്റെ നാമം നമ്മൾ അറിഞ്ഞ് ജീവിക്കുന്നവർ ധാരാളം പേരുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ക്രിസ്ത്യാനികൾ പേരിലായില്ലെങ്കിൽ തന്നെ അപ്പോൾ ഇങ്ങനെയുള്ള ക്ലേശങ്ങൾ വരുമ്പോൾ ദൈവം നിങ്ങളെ കൈവിട്ടു, നമ്മളെ കൈവിട്ടു എന്ന് നമ്മൾ ചിന്തിക്കരുത്. അങ്ങനെ ദൈവം നമ്മളെ കൈവിടത്തില്ല. നമ്മൾ ചെയ്ത നീതിയെ ഓർത്ത് നീതിയുള്ള നന്മയുള്ള കാര്യങ്ങളെ കർത്താവ് ഓർക്കും. ഹോശിയായുടെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ പറയുന്നത്, ഈ ചെയ്ത നന്മകളെ ഞാൻ ഓർത്ത് നിന്നെ ആദരിക്കും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ നാമം ഓർമ്മിച്ച് കർത്താവിനെ വിളിക്കണം. അവൻ എന്നെ അന്വേഷിച്ചതുകൊണ്ട് അങ്ങനെ നമ്മൾ വിളിക്കുമ്പോൾ ഞാൻ അവനെ രക്ഷിക്കും. അവനെ നമ്മൾ വിളിക്കണം. അവൻ എൻ്റെ നാമം അറിഞ്ഞതുകൊണ്ട്, നമ്മൾ കർത്താവിൻ്റെ നാമം അറിഞ്ഞുകൊണ്ടാണല്ലോ കർത്താവിനെ വിളിക്കുന്നത്. അങ്ങനെ അറിഞ്ഞിട്ടുള്ളവരെല്ലാവർക്കും തന്നെ, അല്ല ക്രിസ്ത്യാനിയെന്നല്ല, ആർക്കും സൃഷ്ടാവിനെ അറിഞ്ഞവർ. സൃഷ്ടാവ് കർത്താവാണ്, ദൈവമാണ്. അറിഞ്ഞുകൊണ്ട് ഞാൻ അവനെ ബലപ്പെടുത്തും. അങ്ങനെ അറിയുന്നവരെ കർത്താവ് തള്ളിക്കളയുകയില്ല. ക്ലേശകാലങ്ങളിൽ അവൻ തള്ളിക്കളയുകയില്ല. നമ്മൾ 2 രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 20-ാം അധ്യായത്തിൽ ഹെസക്കിയ രാജാവിൻ്റെ രോഗശാന്തി നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. ആ അധ്യായത്തിൽ ആദ്യം മുതൽ 3 മുതൽ 5 വരെ പറയുന്ന ആ വാക്യങ്ങൾ ഇതാണ്. അവൻ എന്ത് ചെയ്തു? രാജാവ് കഷ്ടകാലം വന്ന് രോഗം വന്നപ്പോഴെന്ത് ചെയ്തു? അതൊരു നന്മ ചെയ്ത് ജീവിച്ചാണ്. കർത്താവ് മരിക്കും എന്നുള്ളത് പ്രവാചകൻ അറിയിച്ചപ്പോൾ പറഞ്ഞു. അവൻ ചുവരിനോട് ചേർന്ന് അങ്ങോട്ട് നോക്കിക്കിടന്ന് മറ്റുള്ളവരെ നോക്കാൻ മടിച്ചു. ദൈവത്തോട് കിടന്ന് കരഞ്ഞും കൊണ്ട് അവൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ ചെയ്ത നന്മകളെ ഓർക്കണേ. എൻ്റെ തിന്മകൾ വന്നിട്ടുണ്ട്, തിന്മയിലുള്ളവരാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള അവസ്ഥയിലായപ്പോൾ, കിടക്കയിലായപ്പോൾ എൻ്റെ നന്മകളെ ഓർത്ത് എന്നെ ബലപ്പെടുത്തണമേ, എൻ്റെ രോഗം സൗഖ്യമാക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതെന്തിനാണ് നമുക്ക് തന്നിട്ടുള്ളത്? ഈ ഇങ്ങനെയുള്ള രോഗങ്ങളും വ്യാധികളിൽ തന്നെ നമ്മളെ വിശുദ്ധീകരിക്കാനാണ്. നമ്മുടെ വിശുദ്ധി എന്തുമാത്രമുണ്ട്, അതിൻ്റെ കുറവുകൾ കുറയുന്നുണ്ടെങ്കിൽ അത് ശോധന ചെയ്ത് തിരിച്ചറിഞ്ഞ് നമുക്കും തിരിച്ചറിവുണ്ടാകാൻ വേണ്ടിയാണ് അത് തരുന്നത്. ദൈവം തരുന്ന ഒരു ശോധനയാണ്, അനുവദിച്ച് തരികയാണ്. ദൈവം തരുന്നല്ല, അത് അനുവദിച്ച് തരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കി ദൈവത്തെ വിളിക്കണം. 15-ാം വാക്യത്തിൽ പറയുന്നു, അവൻ എന്നെ വിളിക്കും, ഞാൻ അവനോട് ഉത്തരം പറയും. ഇതാണ് ഹെസക്കിയ രാജാവിനും ആ ഭാഗത്ത് 20-ാം അധ്യായത്തിൽ ആദ്യത്തെ ഭാഗത്ത് കാണുന്ന വാക്യങ്ങൾ, 3 വാക്യങ്ങളിൽ, ഞെരുക്കത്തിൽ ഞാൻ അവനോട് കൂടിയിരുന്ന് അവനെ ബലപ്പെടുത്തി ബഹുമാനിക്കും. മറ്റുള്ളവരുടെ മുൻപിൽ, ജനതകളുടെ മുൻപിൽ കർത്താവിൻ്റെ നാമം അറിഞ്ഞവനെ, കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിച്ചവനെ നിസാരനാക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. നമ്മളെല്ലാവരും രോഗക്കിടക്കയിലായിരിക്കുന്നവർ, വ്യാകുല ചിത്തരായിരിക്കുന്നവർ, ജീവിതം അവസാനിച്ചുവെന്ന് ചിന്തിച്ചിരിക്കുന്നവർ, നിങ്ങൾ കർത്താവിനെ, സൃഷ്ടാവിനെ വിളിച്ച് അപേക്ഷിക്കുക. ദൈവമാണ് സൃഷ്ടാവ്. ആ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുക. അവൻ നിങ്ങളെ താഴാൻ സമ്മതിക്കില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ ബലപ്പെടുത്തി
ബഹുമാനിക്കും, മാന്യമായ ഒരു ജീവിതം നിങ്ങൾക്ക് തരും, മഹത്തരമാക്കും.